തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണത്തിൽ രാജകുടുംബം ഇടപെടരുതെന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി. ക്ഷേത്രത്തിന്റെ സ്വത്ത് സ്വകാര്യ സ്വത്ത് പോലെയാണ് രാജകുടുംബം വിനിയോഗിക്കുന്നത്. ക്ഷേത്രത്തിലെ സ്വർണം കടത്തിയതായി സംശയമുണ്ടെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പറയുന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളത്. സാമ്പത്തിക ക്രമക്കേട്, അധികാര ദുർവിനിയോഗം, ആഭരണക്കടത്ത്, ലൈംഗികാതിക്രമം തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ സൂചന നൽകുന്നതാണ് റിപ്പോർട്ട്. സ്വർണം പൂശുന്ന യന്ത്രം ക്ഷേത്രത്തിനകത്ത് കണ്ടെത്തിയത് സ്വർണം കടത്തിയ ശേഷം വ്യാജ ആഭരണങ്ങൾ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നു. രാജകുടുംബം ക്ഷേത്രത്തിലെ സ്വത്തുക്കളെല്ലാം സ്വകാര്യ സ്വത്ത് പോലെയാണ് ഉപയോഗിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സമാന്തര ഭരണമാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്നത്. കോടതിയുടെ നിർദ്ദേശങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ലെന്നും ക്ഷേത്രത്തിലെ ജീവനക്കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. ബി നിലവറയോട് ചേർന്ന് കണ്ടെത്തിയ വലിയ ചാലുകൾ സംശയം സൃഷ്ടിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ആഭരണങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും ഇത് ആഭരണങ്ങളുടെ മാതൃക മനസ്സിലാക്കാനോ ജ്വല്ലറി ഉടമകളിൽ നിന്നും വിലപേശാനോ ആയിരിക്കാമെന്നും സൂചനയുണ്ട്. നിലവറകളുടെ സുരക്ഷ ശക്തമാക്കണമെന്നും ക്ഷേത്ര സ്വത്തുക്കളെല്ലാം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും നിർദ്ദേശിക്കുന്നു. ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ മുൻ CAG വിനോദ് റായിയുടെ നേതൃത്വത്തിൽ ഓഡിറ്റ് നടത്തണമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ രാജകുടുംബം ഇടപെടരുതെന്ന് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് NTV. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുകയാണോ? അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും തിരുവിതാംകൂർ രാജകുടുംബത്തെയും കുറിച്ചുള്ള സന്ദേഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണോ? ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു ദേവസ്വം മന്ത്രി ശ്രീ VS ശിവകുമാർ, ഭാസുരേന്ദ്ര ബാബു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, മലയൻകീഴ് ഗോപാലകൃഷ്ണൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഹുൽ ഈശ്വർ, ഇത്രയും പേർ തിരുവനന്തപുരത്തു നിന്നും നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. അതോടൊപ്പം തന്നെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ശ്രീ ബഗീഷ് നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലും ചേരുന്നു. ആദ്യം ഞാൻ മലയൻകീഴ് ഗോപാലകൃഷ്ണനിലേക്ക് പോകാം. അതിനു മുൻപ് ശ്രീ ഭാസുരേന്ദ്ര ബാബു നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അമിക്കസ് ക്യൂറി ഇന്ന് സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ഇതുവരെ കീഴ്ക്കോടതിയിലോ ഹൈക്കോടതിയിലോ എല്ലാം നമ്മൾ കേട്ടിരുന്നതിൽ നിന്നും കൂടുതൽ പേടിപ്പെടുത്തുന്ന വിധത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തെയും അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും കുറിച്ച് അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം ആശങ്കയുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ താങ്കൾക്ക്? അമിക്കസ് ക്യൂറിയെ വെച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയോട് അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതിയാകും. പക്ഷെ പറഞ്ഞ മറുപടിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പം രാജകുടുംബം അവിടുത്തെ ഈ സ്വർണം കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇത് ഞാൻ പറയുമ്പം ഇത് പുതിയൊരു കാര്യമല്ല. അമിക്കസ് ക്യൂറി ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അത് പറഞ്ഞിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. VS അച്യുതാനന്ദൻ അതേ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്, രാജാവ് സന്ദർശിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ, രാജാവ് സന്ദർശിക്കുമ്പോൾ അവിടെ ആരും സന്ദർശിച്ചുകൂടാ, അങ്ങനെയാണല്ലോ അവിടുത്തെ നിയമം. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്ന കിണ്ടിയിൽ സ്വർണം കടത്തുന്നുണ്ടായിരുന്നു എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ അവജ്ഞയായിരുന്നു. തിരുവനന്തപുരത്തെ രാജഭക്തർക്ക് വലിയ ദേഷ്യവുമായിരുന്നു. ഇപ്പൊ എന്താ, അമിക്കസ് ക്യൂറി എന്തായാലും തിരുവനന്തപുരത്തുകാരനല്ല, രാജഭക്തനല്ല. അദ്ദേഹം പറഞ്ഞ എന്താ, രാജകുടുംബം അവിടുത്തെ സ്വർണം കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇനി അതേ സംബന്ധിച്ച് VS പറഞ്ഞത് ശരിയായിരിക്കുമ്പോൾ, VS പറഞ്ഞത് തന്നെയാണ് അമിക്കസ് ക്യൂറി ഇപ്പൊ പറഞ്ഞത്, അതേ സംബന്ധിച്ച് ബാക്കി ആൾക്കാർ പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ എനിക്ക് തന്നെ കൗതുകമുണ്ട്. ഇതോടൊപ്പം പക്ഷേ ശ്രീ ഭാസുരേന്ദ്ര ബാബു, അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ രാജകുടുംബത്തിന്റെ വിശദീകരണം, അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ പത്മനാഭന്റെ
ഒരു പൊടി മണ്ണ് പോലും ഞങ്ങളുടെ കാലിന്റെ അടിയിൽ പതിയാതിരിക്കാൻ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, അതെല്ലാം തട്ടിക്കളഞ്ഞാണ് ഞങ്ങൾ വരുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ രാജകുടുംബത്തെ തിരുവിതാംകൂർ രാജകുടുംബം പൂർണ്ണമായി സംശയത്തിന്റെ നിഴലിൽ വരുന്ന വിധത്തിലല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഞാനത് പറയുന്നത് അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ വലിയ അമർഷമുണ്ടായി അല്ലേ രാജഭക്തന്മാർക്കൊക്കെ. ഇപ്പൊ എന്താ സംഭവം? ഞാനൊരു കാര്യം പറയട്ടെ. ചെമ്പകശ്ശേരി രാജവംശം വരെ കൊള്ളയടിച്ച സ്വർണമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറകളിലുള്ളത്. ചെറിയ രാജാക്കന്മാർ, നാട്ടു രാജാക്കന്മാരെ കൊള്ളയടിച്ച് മാർത്താണ്ഡവർമ്മ തുടങ്ങിയ ഒരു രാജവംശമുണ്ട്. അവര് കൊള്ളയടിച്ചു കൊണ്ടുവന്ന സ്വത്താണത്. ആ സ്വത്ത് നാട്ടുകാരുടെ സ്വത്താണ്. അത് എന്തായാലും നാട്ടുകാരുടേതാകും എന്ന നിലയ്ക്ക് വന്നപ്പോഴാണ് ഇതേ സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചത്. പക്ഷെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക, ഇപ്പൊ നമുക്ക് അവസാനം A നിലവറയുന്നോ B നിലവറയുന്നോ കിട്ടുന്ന അറിവെന്താണ്? പാളികളായിട്ട് സ്വർണം അവിടെ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. ആ പാളികളായി ശേഖരിക്കപ്പെട്ട സ്വർണം വലിയ ഭീമായിട്ടൊന്നുമല്ല, പാളികളായിട്ടാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അമിക്കസ് ക്യൂറി തന്നെ പറഞ്ഞിരിക്കുന്നു പരിശോധിച്ചതിന് ശേഷം. ആ സ്വർണം കടത്തുകയായിരുന്നു രാജവംശം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ കള്ള കച്ചവടക്കാരന്മാരായിരുന്നു ഇവര്. വലിയ വർത്താനം പറയുമ്പോഴേ കള്ള കച്ചവടം നടത്തി. ദയവായൊന്ന് തുടരുക ശ്രീ ബാസുരേന്ദ്ര ബാബു. നമ്മളോടൊപ്പം തത്സമയം ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ശ്രീ ഭഗീഷ് ചേരുന്നുണ്ട്. ഭഗീഷ്, ഇതാണ് രാജകുടുംബത്തെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ ബാസുരേന്ദ്ര ബാബു പറയുന്നത് പോലെ, അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പാളികളായി സ്വർണം അടുക്കി വെച്ചത് എന്തിന് എന്നുള്ള ചോദ്യമാണ് അടുത്തത്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിനെ? വളരെ വിചിത്രമായിട്ടുള്ള ചില വാദഗതികളാണ് ബാസുരേന്ദ്ര ബാബു അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഒന്ന് അദ്ദേഹം പറഞ്ഞ ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ഒരു പാളികളായി അടക്കി വെച്ചിട്ടുള്ള ഈ സ്വർണത്തിൻ്റെ പാളികൾ എങ്ങനെയാണ് നമ്മുടെ മഹാരാജാവിൻ്റെ കയ്യിലുള്ള ആ മൊന്തയിൽ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് അടക്കുന്നതെന്നുള്ളത് ഒന്ന്. രണ്ടാമത്, മഹാരാജാവ് ഈ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് കാല് രണ്ടും കൊട്ടി തുടച്ച് ഒരു തരി മണൽ പോലും പുറത്തേക്ക് ശ്രീപത്മനാഭന്റെ മണ്ണ് പോലും കൊണ്ടുപോവാതെയുള്ള ഒരു ചരിത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവും തമ്മിലുള്ളത്. പിന്നെ അദ്ദേഹം കുറെ ചരിത്രം പറഞ്ഞു. ചരിത്രത്തിൽ ചെമ്പകശ്ശേരി രാജകുടുംബത്തിൻ്റെയും മാർത്താണ്ഡവർമ്മയെയും കോട്ട് ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ രാജകുടുംബാംഗങ്ങൾ രാജഭരണം മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റിന് അടിയറ വെച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ക്ഷേത്രഭരണങ്ങൾ കൈകടത്താൻ ഇന്ത്യൻ ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ അധികാരമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 1950 ഉള്ള ഹിന്ദു റിലീജിയൻ ആക്ടിലൂടെയാണ് ഈ ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ കൈയടക്കാനുള്ള ഒരു ശ്രമം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ ഒരു വിഭാഗം മതത്തിൻ്റെ ക്ഷേത്രങ്ങൾ മാത്രം, മറ്റുള്ള വിഭാഗം മതത്തിൻ്റെ മോസ്കുകളും പള്ളികളും അവർ സ്ഥിരമായി ഭരിക്കുകയും അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ ഹിന്ദുക്കൾക്ക് അന്യാധീനപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ നിയമത്തിലേക്ക് വരാം. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇപ്പോൾ നേരത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു ഒരു ഗുരുവായൂർ ദേവസ്വം മോഡൽ ഭരണം ആലോചിക്കണം, നടപ്പാക്കണം എന്ന്. അതിനെതിരെയാണ് രാജകുടുംബം സുപ്രീം കോടതിയിൽ പോകുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന് ഈ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം ഏറ്റെടുക്കുന്നതിൽ ഒരു മടിയുണ്ടോ? അവിടെ ഒരു രാജഭക്തി സർക്കാർ കാണിക്കുന്നു എന്ന് അമിക്കസ് ക്യൂറി പറയുകയും ചെയ്യുന്നു. അതേ സംബന്ധിച്ച് ഈ ചിത്തിര തിരുനാൾ രാജാവ് വരെ നിങ്ങൾ ഈ പറഞ്ഞ യുക്തി ഞാൻ അംഗീകരിക്കും. കാലിലെ മണല് തട്ടിയിട്ട് അദ്ദേഹം പോകുന്നുണ്ടാവും. ഉത്രാടം തിരുനാൾ അങ്ങനെയാണ് എന്ന് ഇതിനു മുമ്പ് സംസാരിച്ച BJPയുടെ പ്രതിനിധിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉത്രാടം തിരുനാള് ഇപ്പോൾ തന്നെ ഞാൻ ആരോപിക്കുകയാണ്. വസ്തുവകകൾ വിറ്റ് ജീവിക്കുകയാണ് അയാൾ. രാജവംശത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ആർജിച്ച വസ്തുവകകൾ അല്ല കണക്ക് പറയാൻ തയ്യാറാണ്. ഏതൊക്കെ തഹസീൽദാരന്മാരെയും
വില്ലേജ് ഓഫീസർമാരെയും സ്വാധീനിച്ചുകൊണ്ടാണ് വസ്തുവകകൾ വിൽക്കുന്നത്. ഒരു ഉടമസ്ഥാവകാശവുമില്ലാത്ത വസ്തുവകകൾ വിറ്റ് ജീവിക്കുകയാണ് നാണം കെട്ട് രാജാവേ. അപ്പം ഞാന് അവരെ ഒന്നും രാജാവായിട്ടൊന്നും കണക്കാക്കുന്നില്ല. ഇപ്പൊ ഒരുപക്ഷെ ചിത്ര തിരുനാൾ വരെ ഇത് ചെയ്തിട്ടുണ്ടാകാം, മര്യാദയ്ക്ക് പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷെ അതിനുശേഷമുള്ള രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗർദ്ദഭങ്ങളുണ്ടല്ലോ, സ്വർണം മോഷ്ടിക്കുകയായിരുന്നു അവരുടെ പണി. രാജാവിന്റെ പണി സ്വർണം മോഷ്ടിക്കൽ. അല്ല, ഇങ്ങനെ ശ്രീ ഭാസുരേന്ദ്ര ബാബു താങ്കൾ പറയുന്നത് പോലെ സ്ഥലം വിറ്റ് വസ്തുവകകൾ വിറ്റ് ജീവിക്കുന്ന രാജാവ് തീർച്ചയായും സ്വർണം കടത്തുന്നു എന്നുള്ള ആരോപണം വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. മറ്റൊരു കാര്യം, സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറി പറയുന്നത് അവിടുത്തെ ഭരണത്തെക്കുറിച്ചാണ്, കൊള്ളയെക്കുറിച്ച് പറയുന്നു. ഇതോടൊപ്പം തന്നെ ഒരു സമാന്തര ഭരണം അവിടെ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ. ആ സമാന്തര ഭരണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് ഒട്ടേറെ ദുർഗ്രഹമായ ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നും കൂടെ കോടതിയിൽ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറി പറഞ്ഞതിനെ കുറിച്ച് BJP-ക്കാർ സംസാരിക്കണം. BJP-ക്കാർ അനധികൃതമായി പത്മനാഭനെ സേവിക്കണ്ട. പത്മനാഭനെ സേവിക്കാൻ ഇവിടുത്തെ മലയാളികളുണ്ട്. BJP-ക്കാർ മലയാളികളൊന്നും അല്ലല്ലോ, ഗോസായിമാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയ ദൈവഭക്തിയൊന്നും അവർ കാണിക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമിക്കസ് ക്യൂറി കോടതിയിൽ പറഞ്ഞതിനെ കുറിച്ച് BJP-ക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ ചോദിക്കുക. അതിലൂടെ ഇപ്പൊ തന്നെ ചോദിക്കുക. ദയവായി തുടരുക. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് തികച്ചും പ്രതിലോമകരമായിട്ടുള്ളൊരു വസ്തുതയാണ് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു സുപ്രീം കോടതിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് അവസാനത്തതാണെന്നും ഞാൻ കരുതുന്നില്ല. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഭരണം സർക്കാരിലേക്കോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വാസമില്ലാത്ത അമൃതാനന്ദമയ മഠത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ നിരന്തരം തീതുപ്പുന്ന അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാസുരേന്ദ്ര ബാബുവിനെ പോലുള്ള ആൾക്കാരെയാണോ ഈ ക്ഷേത്ര ഭരണം ഏൽപ്പിക്കേണ്ടത്? ഈ ഭാസുരേന്ദ്ര ബാബുവിന്റെ പല സ്പീച്ചുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയാൻ കാരണം ഈ ഉത്രാടം തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന ഈ അവഹേളനത്തിന് എന്തെങ്കിലും ഒരു തെളിവ് VS അച്യുതാനന്ദൻ ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹം തന്നെ ആ പ്രസ്താവന തിരുത്താൻ തയ്യാറായിട്ടില്ലേ? എന്തുകൊണ്ട് ആ ഒരു VS അച്യുതാനന്ദനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ ഭാസുരേന്ദ്ര ബാബു സാറ് വീണ്ടും വീണ്ടും ഈ ഹൈന്ദവതയെയും ഈ ഹൈന്ദവതയുടെ ഒരു രാജാവിനെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു? അങ്ങനെ വ്യക്തിപരമല്ല. ഞാൻ എന്റെ ചോദ്യം ഇതായിരുന്നു. ഇപ്പൊ താങ്കൾ സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട് അത് പ്രതിലോമകരം എന്ന് പറയുമ്പോൾ അതിൽ എടുത്തു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ലൈംഗിക ആരോപണം വന്ന് പരാതിപ്പെട്ട സ്ത്രീയെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. ഓട്ടോ ഡ്രൈവറുടെ മൃതദേഹം പത്മനാഭ തീർത്ഥ കുളത്തിൽ കാണപ്പെടുന്നു. മറ്റൊന്ന്, അവിടെ ശിവസേനയ്ക്ക് അനധികൃതമായി ഓഫീസും എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ബി നിലവറയോട് ചേർന്ന് വലിയ ചാലുകൾ കാണുന്നു. ചുറ്റുമുള്ള കെട്ടിടത്തോട് ചേർന്ന് ഗർത്തങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇറക്കുമതി ചെയ്ത് സ്വർണം കട്ട് ചെയ്യാനും നാണയങ്ങളാക്കി മാറ്റാനും ഉരുക്കി ഷീറ്റുകളാക്കി മാറ്റാനും സൗകര്യമുള്ള മെഷീനുകൾ അവിടെ എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെ വരുമ്പോഴാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറയുന്നത് പോലെ ഒരു വലിയ കള്ള സംഘം അതിനുള്ളിലുണ്ട് എന്നുള്ള സംശയം പൊതുസമൂഹത്തിന് ഉണ്ടാവുന്നത്. പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ രാജവംശത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിൽ നിരന്തരം ബന്ധപ്പെടുന്നവരെ കുറിച്ചും പ്രത്യേകിച്ച് ഒരു ആക്ഷേപം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു വലിയൊരു ക്ഷേത്ര സമ്പത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കൈക്കലാക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചില രാഷ്ട്രീയ കക്ഷികൾ അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവുമാരാണിപ്പോൾ ഈ ഭരണം മാറ്റണം, രാജാവിനെതിരെ അവഹേളനപരമായിട്ടുള്ള പ്രസ്താവന ഇറക്കുന്നതും. ഞങ്ങൾ BJP-യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർ ക്ഷേത്രം ഭരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ഞങ്ങൾക്ക് സന്തോഷമാണ് രാജകുടുംബങ്ങളോ അല്ലെങ്കിൽ ജാതീയ സംഘടനകളോ അവസാനമായി ഭാസുരേന്ദ്ര ബാബു, ഇതാണ് BJP കൃത്യമായി പറയുന്നത് താങ്കളുടെ ചോദ്യത്തിന്. കാരണം രാഷ്ട്രീയക്കാർ ക്ഷേത്രഭരണം കൈയാളുന്നതിനേക്കാൾ നല്ലത്, വിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാർ കൈയാളുന്നതിനേക്കാൾ നല്ലത്, പ്രത്യേകിച്ച് അത് വിശ്വാസമുള്ളവരെയോ രാജകുടുംബത്തെയോ ഏൽപ്പിക്കണം എന്നാണ് BJP-യുടെ നിലപാട്.
ദൈവവും വിശ്വാസവും രണ്ടായി കാണണം. ദൈവത്തെ ആരെങ്കിലും വിശ്വസിച്ച് ആരാധിച്ചു കൊള്ളട്ടെ, പക്ഷേ സ്വത്ത് ദൈവവുമായി ബന്ധിപ്പിച്ചല്ല. ഞാൻ ചോദിക്കട്ടെ, ശ്രീ പത്മനാഭന് സ്വർണമുണ്ടെങ്കിൽ എന്താ, സ്വർണ്ണ കൊടിമരം ഉണ്ടെങ്കിൽ എന്താ, കൊടിമരം ഇല്ലെങ്കിൽ എന്താ, സ്വർണ്ണമില്ലെങ്കിൽ എന്താ, ദൈവത്തിന് എന്താ പൊൻകുരിശ് എന്ന് പണ്ട് ബഷീർ ചോദിച്ച മാതിരി, വയ്ക്കുമ്പോൾ ബഷീർ ചോദിച്ച മാതിരിയാണ്. ദൈവത്തിന് അതൊന്നും വേണ്ട. ദൈവത്തെ സഹായിക്കാൻ RSSകാർ ഇറങ്ങി തിരിക്കണ്ട. കഴിഞ്ഞ 5000 വർഷം പഴക്കമുണ്ട് ഹിന്ദു സംസ്കാരത്തിന്. ആകെ 75-80 വർഷം പഴക്കേ ഉള്ളൂ RSSന്. അവര് ഉണ്ടായിട്ടല്ല നിൽക്കുന്ന. 5000 വർഷം പഴക്കമുള്ള സംസ്കാരം ഇപ്പോഴും നിൽക്കുന്നെങ്കിൽ RSSകാർ സംരക്ഷിക്കുന്നതുകൊണ്ടല്ല. അത്ര അല്പത്തൊന്നും RSSകാർ പറയുകയും വേണ്ട. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അമിക്കസ് ക്യൂറി പറഞ്ഞത് ശരിയോ തെറ്റോ? ഈ കാര്യത്തിൽ ഞാൻ ആകെ സൂചിപ്പിച്ചത്, അമിക്കസ് ക്യൂറി കോടതി സുപ്രീം കോടതിയിൽ പറയുന്നതിന് മുമ്പ് VS അച്യുതാനന്ദൻ ഇവിടെ പറഞ്ഞു അല്ലേ, സ്വർണം കടത്തുന്ന കാര്യത്തെ കുറിച്ച് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ അല്ലേ എല്ലാവർക്കും. ഇപ്പൊ മനസ്സിലായില്ലേ അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞപ്പം സ്വർണത്തിന്റെ കള്ളക്കടത്തും മാത്രമാണ് മാർത്താണ്ഡവർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഉത്രാടം തിരിഞ്ഞ് ചെയ്യുന്ന അങ്ങനല്ലേ. അപ്പം ആ നിലയ്ക്ക് ഞാൻ പറയുന്നത്, നമുക്ക് ഈ ഇതിനു മുമ്പുള്ള രാജാവിനെ ഇവരെ അംഗീകരിക്കാം, മണൽത്തരി എടുക്കാതെ പോയ ചിത്ര തിരുനാളിനെ ഇവരെ അംഗീകരിക്കാം. ഉത്രാടം തിരുനാൾ അങ്ങനെയല്ല. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, വസ്തുവിറ്റ് ജീവിക്കുകയായിരുന്നു. ശരി, ഞാൻ അതിൽ വസ്തുവിറ്റ് ജീവിക്കുന്നു താങ്കൾ ആവർത്തിക്കുന്നു. ഭാസുരേന്ദ്ര ബാബു ഒരു കാര്യം, ശരി, ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒരു കാര്യം, ബി നിലവറ തുറക്കേണ്ട എന്നാണ് ആവർത്തിച്ച് രാജകുടുംബം പറയുന്നത്. അമിക്കസ് ക്യൂറി പറയുന്നു അത് ശരിയല്ല, ബി നിലവറ എത്രയും പെട്ടെന്ന് തുറന്ന് പരിശോധിക്കണമെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇത്? തുറക്കണ്ട എന്ന് പറഞ്ഞാൽ തുറന്നാൽ എത്രയുണ്ടെന്ന് തിരിച്ചറിയും. അതിനകത്ത് എന്ത് കൊള്ള കൊടുക്കാം എന്നാണ് ആലോചിക്കുന്നത്. പാവം BJP-കാരുടെയും ശിവസേനക്കാരുടെയും സഹായത്തോടെ ജീവിക്കാമെന്നാണ് ഈ നാണം കെട്ട രാജവംശം ആലോചിക്കുന്നത്. മലയാളികൾ വേറെയാണ് സാർ, അവർ വേറെ പോകുമ്പോൾ നോക്കിക്കോളും. വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു, ചർച്ചയിൽ പങ്കെടുത്തതിൽ അഭിപ്രായം അറിയിച്ചതിൽ വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി. ഇപ്പോൾ നമ്മളോടൊപ്പം VS ശിവകുമാർ ദേവസ്വം മന്ത്രി ചേരുകയാണ്. ശ്രീ VS ശിവകുമാർ, ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? ശ്രീ VS ശിവകുമാർ, സർക്കാരിന് ഒരിക്കൽ കൂടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇന്ന് അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ ശ്രീ VS ശിവകുമാർ? കോളിനെന്തോ സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ബഗീഷ്, ഇതായിരുന്നു ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത്. ഭാസുരേന്ദ്ര ബാബു പറയുന്നു വിശ്വാസവും ക്ഷേത്രഭരണവും രണ്ടാണ്. അതിൽ വിശ്വാസവും ക്ഷേത്രഭരണവും കൊള്ളയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന്. അല്ലെ, ഒന്നാമത് ഹൈന്ദവ മതവിശ്വാസികളുടെയും അല്ലെങ്കിൽ ക്ഷേത്ര കാര്യങ്ങളിലും ഇത്ര കർശനമായിട്ടുള്ള അഭിപ്രായം പറയാൻ ഈ ഭാസുരേന്ദ്ര ബാബു ഒരു ഹിന്ദു വിശ്വാസിയാണോ, അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസിയാണോ, ക്ഷേത്ര ദർശനം നടത്തുന്ന അദ്ദേഹമാണോ? അല്ല. അതുകൂടാതെ ഇതര മതങ്ങളിൽപ്പെട്ട ഈ കോടിക്കണക്കിന് സ്വത്തുള്ള ഒരുപാട് പള്ളികളും ഒരുപാട് മോസ്കുകളും നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാതെ എപ്പോഴും എന്തിനും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ ഗുരുക്കന്മാരുടെയും ഹൈന്ദവ ആചാരങ്ങളെയും പുച്ഛിച്ചു തള്ളുന്ന ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരാണോ ക്ഷേത്രവിശ്വാസത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിനാണോ സംശയമുള്ളത്? ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആരാധനാലയങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി തികച്ചും വസ്തുനിഷ്ഠാപരമല്ലാത്ത ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ദുഃഖസത്യം. പക്ഷെ 1950 ഉണ്ടാക്കിയ ദേവസ്വം ബില്ല് പോലെയല്ല ഇന്ന് കേരളം ഒരുപാട് മാറിക്കഴിഞ്ഞു. പക്ഷെ ഏറ്റെടുത്താലും ബഗീഷ്, ഇപ്പോൾ ഒന്ന് നോക്കുക, ഗുരുവായൂർ ക്ഷേത്രം മാതൃകയിൽ രാജാവിന്റെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി ഉണ്ടാക്കി ദേവസ്വം ഭരണം നടത്തിയാൽ എന്താണ് കുഴപ്പം? ഗുരുവായൂർ ക്ഷേത്ര ഭരണം വൃത്തിയായി നടക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഭരണം
വൃത്തിയായി നടക്കുന്നുണ്ട് എന്ന് ഈ ഒരു അമിക്കസ് ക്യൂറിയെ ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കാം കേരള ജനത കാണാൻ പോകുന്നത്. ഒരിക്കലുമില്ല. കാരണം കഴിഞ്ഞ മാസമാണ് അവിടുത്തെ ദേവസ്വം പ്രതിനിധികളായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ആൾക്കാർ ക്ഷേത്ര അകത്ത് വെച്ച് സംഘടനത്തിൽ ഏർപ്പെട്ടത്. അതിന്റെ 2 മാസം മുമ്പാണ് ഒരു താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു കലാകാരനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അവർക്ക് വാദ്യങ്ങൾ കൊട്ടാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കാൻ. ഞാൻ വരാം. ഇപ്പോൾ വി.എസ്. ശിവകുമാർ വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി.എസ്. ശിവകുമാർ, ചോദ്യം ഇതായിരുന്നു നേരത്തെ ചോദിച്ചത്, താങ്കൾ കേട്ടില്ലായിരുന്നു. അമിക്കസ് ക്യൂറി ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ നൽകിയ തിരുവിതാംകൂർ രാജ കുടുംബത്തിനെ പ്രതിക്കൂട്ടിൽ ആക്കുന്ന വിധത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന്? അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് അത് ഔദ്യോഗികമായിട്ട് ലഭ്യമായിട്ടില്ല. ആ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വിശദമായി പഠിച്ചതിന് ശേഷം അത് സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ ഗവൺമെന്റ് അഭിപ്രായം അറിയിക്കുന്നതാണ്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും അതിനൊരു മറുപടി പറയുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിൽ എത്തണമെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അഭിപ്രായം അതിനകത്ത് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായിട്ട് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ കോപ്പി അടിയന്തരമായി സംസ്ഥാനത്ത് എത്തിക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ ദേവസ്വം സെക്രട്ടറിയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശരി, തീർച്ചയായും ഇപ്പോൾ സർക്കാരിന് അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടാവില്ല. ഇനി അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നേരത്തെ ഹൈക്കോടതി പറഞ്ഞതുപോലെ തന്നെയും ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് പോലെയും ഈ ഭരണത്തിന്റെ ക്ഷേത്രം നടത്തിപ്പിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ലേ? ഈ ക്ഷേത്രഭരണം ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ ഒരു രീതിയിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ. അപ്പൊ ഹൈക്കോടതി അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. അവരുടെ നിയന്ത്രണത്തിലാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം നടക്കുന്നത്. അത് ഗുരുവായൂർ രീതിയിൽ മാറ്റണമെന്നുള്ളതായിരുന്നു ആവശ്യം. ഹൈക്കോടതി അത് അംഗീകരിച്ചു. അപ്പോൾ അതിനെതിരായി സുപ്രീം കോടതിയിൽ രാജകുടുംബം അപ്പീൽ ഫയൽ ചെയ്തു. അപ്പോൾ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതി വിധിയെ സ്റ്റേ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴും അവിടുത്തെ ഭരണ സംവിധാനം അത് നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജകുടുംബമാണ്. അപ്പൊ ഗവൺമെന്റിന് ആ ഭരണ സംവിധാനത്തെ ഓവർടേക്ക് ചെയ്തോടൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഇത് സുപ്രീം കോടതി മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. ശരി, പക്ഷേ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ഭരണ സംവിധാനം സുപ്രീം കോടതി പറഞ്ഞതുപോലെ അതേപോലെ ആ സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജകുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലാണ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ രാജകുടുംബം പ്രതിക്കൂട്ടിൽ ആകുന്നതോടൊപ്പം തന്നെ ഇവിടെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ഭരണം ഏറ്റവും നല്ല രീതിയിൽ നടക്കണം. ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. ഈ ഏറ്റവും നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് അവിടെ എത്തിച്ചേരുന്നതിനും ക്ഷേത്രത്തിലെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനും വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് സമീപനം. ഇപ്പോ തീർച്ചയായിട്ടും അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ ഇതനുസരിച്ചിട്ട് ഗവൺമെന്റ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പഠിച്ച് വിലയിരുത്തിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ എന്താണ് ഇത് നയപരമായിട്ടൊരു തീരുമാനം പോലെയാണ്. എന്താണ് കോടതി സമർപ്പിക്കേണ്ടതിനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷം ആ തീരുമാനം സുപ്രീം കോടതി അറിയിക്കും. ശരി, പക്ഷേ രാജകുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുടുംബം കൊള്ളയടിക്കുന്നു ക്ഷേത്ര സ്വത്ത് എന്ന് തോന്നുന്ന വിധത്തിൽ അമിക്കസ് ക്യൂറി പറയുന്നു. ഇതോടൊപ്പം തന്നെ രാജകുടുംബത്തിനെ സർക്കാർ ഭയക്കുന്നു, സമാന്തര ഭരണം അവിടെ ഉണ്ട് എന്ന് കുറ്റപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇതിനകത്ത് ക്ഷേത്രഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള പിന്നെ വ്യക്തമായ അഭിപ്രായം തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. പരമ്പരാഗതമായ രീതിയിൽ അവിടെ ഭരണ സംവിധാനങ്ങൾ രാജാവിനാണുള്ളത്. അപ്പൊ അതിന് മാറ്റങ്ങൾ വരണം
എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിലേക്ക് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുക. അതിപ്പോ സ്റ്റേ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായിരുന്നാലും ഗവൺമെന്റ് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് ആലോചിച്ചതിന് ശേഷം റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പിന്നെ ഗവൺമെന്റിന്റേതായിട്ടുള്ള വ്യക്തമായ അഭിപ്രായം സുപ്രീം കോടതിയിൽ പിന്നെ അറിയിക്കുന്നതാണ്. അതനുസരിച്ചിട്ട് സുപ്രീം കോടതി വിധി വരുമ്പോൾ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ തന്നെ ഈ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഉപരിയായി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ താങ്കൾ പറയുന്നത് പോലെ ക്ഷേത്രത്തിന് വേണ്ടി പല കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ വരുമാനം അത് നോക്കേണ്ട കാര്യം, അവിടുത്തെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇതൊക്കെ സർക്കാരിനില്ലേ? തീർച്ചയായും ഗവൺമെന്റിനെ സംബന്ധിച്ച് ക്ഷേത്ര ഭരണം ഏറ്റവും നല്ല രീതിയിൽ നടക്കണം. അവിടെ മറ്റു കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ, വിശ്വാസികൾക്ക് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ. ആ സമീപനം തന്നെയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള നിലപാടുകൾ ഗവൺമെന്റ് സുപ്രീം കോടതി മുന്നിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോ വ്യക്തമായിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. സുപ്രീം കോടതിയുടെ ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാടുകളുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ സമീപനം ചോദിക്കും. തീർച്ചയായിട്ടും ഗവൺമെന്റ് ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായ പഠനം നടത്തി ഉന്നതതലത്തിൽ അതേക്കുറിച്ച് ആലോചിച്ച് ഗവൺമെന്റിന്റേതായിട്ടുള്ള അഭിപ്രായം സുപ്രീം കോടതി അറിയിക്കും. വളരെയധികം നന്ദി ശ്രീ വി എസ് ശിവകുമാർ സംസ്ഥാന ദേവസ്വം മന്ത്രിയാണ്. എത്രയൊക്കെ പറഞ്ഞാൽ പോലും ഇതാണ് സർക്കാരിന് പരമാവധി ചെയ്യാവുന്നത്. ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ആദ്യം ലഭിക്കട്ടെ, അത് പഠിച്ച് സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാമെന്ന് ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ചരിത്രകാരൻ, തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചും തിരുവിതാംകൂറിന്റെ ചരിത്രത്തെക്കുറിച്ചും ഏറ്റവും അധികം പഠിച്ച മാധ്യമ പ്രവർത്തകനാണ് ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ. ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ കേൾക്കാമോ? രാജകുടുംബം ഇന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിനെ സംശയത്തിന് നിഴലിൽ നിർത്തുന്നതാണോ ഈ റിപ്പോർട്ട്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അതെ, പിന്നെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പൂർണ്ണമായി ഞാൻ പഠിച്ചില്ല. ഞാൻ ഈ ടിവിയിലും ഒക്കെ കണ്ട കാര്യങ്ങളാണ്, അത് വെച്ചാണ് ഞാൻ വിലയിരുത്തുന്നത്. പൂർണ്ണമായി കിട്ടിയാലേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു സ്വകാര്യ സ്വത്ത് പോലെ ക്ഷേത്രം, ഒരു കുടുംബക്ഷേത്രം പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയല്ല. അതേസമയം രാജഭരണത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രാജകുടുംബത്തിന്റെ വകയായിരുന്ന ക്ഷേത്രം ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ജനകീയ ഭരണം വന്നതിന് ശേഷം, രാജഭരണം പോയതിനു ശേഷം ആ ക്ഷേത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഉദാഹരണത്തിന് ഇപ്പം അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാണിച്ച പോലെ പത്മനാഭ അവിടുത്തെ പത്മതീർത്ഥ കുളം വളരെ മലിനമാണ്. അതിന്റെ അപ്പുറത്തെ മിത്രാനന്തപുരം വെള്ളത്തിൽ തൊട്ടാൽ തന്നെ ക്യാൻസർ വരുമെന്നാണ് അന്ന് അത് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അത്ര ഭയങ്കര മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്ര ഉള്ള ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ ഈ അമിക്കസ് ക്യൂറി പറയുന്നത് പോലെ രാജകുടുംബത്തിൽ പൂർണ്ണമായി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടുത്തെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാജകുടുംബത്തിലെ അംഗങ്ങളെയും വൈദികന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചട്ടവട്ടമാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് ഇവരെല്ലാം ഈ രാജകുടുംബത്തിന്റെ പൂർണ്ണമായി മാറ്റിയിട്ട് എങ്ങനെയാണ് ആ ചടങ്ങുകളൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല. അല്ല, അതോടൊപ്പം തന്നെ ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ രാജകുടുംബത്തിലെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്താം, എന്നിട്ട് മറ്റ് ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കി ആ സമിതിയെ ഭരണം ഏൽപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രം കുറെ കൂടെ സംരക്ഷിക്കപ്പെടും. ക്ഷേത്രം എന്നല്ല, പ്രത്യേകിച്ച് അമിക്കസ് ക്യൂറി ഫോക്കസ് ചെയ്യുന്നത് ക്ഷേത്ര സ്വത്താണ്. അല്ല, അത് ശരിയാണ്. ഇന്നത്തെ നിലയിൽ ക്ഷേത്രത്തിന്റെ സ്ഥിതി വളരെ ശോചനീയമാണ്. ഭക്തജനങ്ങൾക്ക് ഒരുപാട് പരാതിയുണ്ട്. അകത്ത് പോകുന്ന ഭക്തജനങ്ങൾ വളരെ നിരാശയോടുകൂടിയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ നിധി കണ്ടെത്തിയതിനു ശേഷം വൻതോതിൽ ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട ഫെസിലിറ്റീസ് ഒന്നും തന്നെ ക്ഷേത്രത്തില് ഇല്ല. പിന്നെ മാത്രമല്ല, അവർക്ക് താമസിക്കാനുള്ള ഇടമില്ല. മാത്രമല്ല, അവിടുത്തെ ജീവനക്കാരെ കുറിച്ചും മറ്റേ അവരുടെ നടത്തിപ്പിനെ കുറിച്ചും ഒരുപാട് പരാതികളുണ്ട്. അതേസമയം പിന്നെ ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറ്റിയുള്ള തർക്കങ്ങൾ നേരത്തെ തന്നെ കേട്ടിരുന്നത്. അത് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. അത് കോടതിയാണ് ഉത്തരം പറയേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം പറയേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജകുടുംബത്തിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഗുരുവായൂർ ക്ഷേത്രം ബോർഡ് പോലെ
ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ കീഴിൽ ഭരണം നടത്തുന്നതാണ് ഉചിതമായ മാർഗമെന്ന് എനിക്ക് തോന്നുന്നു. ഇതോടൊപ്പം തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഈ തിരുവിതാംകൂർ ക്ഷേത്രത്തിന്റെ ഭരണം അത് രാജകുടുംബത്തിൽ നിന്നും പൂർണ്ണമായി അടർത്തിയെടുക്കാൻ കഴിയില്ല എന്നാണ് ചരിത്രം പറയുന്നത്, അല്ലെ? എനിക്ക് എങ്ങനെയാണ്, കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന് സാമൂതിരിയായിരുന്നല്ലോ അതിന്റെ കൺട്രോൾ ഉണ്ടായിരുന്ന നേരത്തെ. അവിടെ പോലും ഇപ്പൊ നമുക്ക് അവിടെ ആ ബോർഡിൽ സാമൂതിരി ഒരു പ്രതിനിധിയാണ് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തില്. ഈ തിരുവിതാംകൂർ ക്ഷേത്രത്തിന്റെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ചടങ്ങുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാജകുടുംബ അംഗങ്ങളുടെ സാന്നിധ്യവും വൈദികരുടെ സാന്നിധ്യം അതിനകത്തുണ്ട്. അപ്പൊ അവരെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ബി നിലവറ തുറക്കേണ്ട എന്ന് രാജവംശം പറയുമ്പോൾ അത് അടിയന്തിരമായി തുറന്നു പരിശോധിക്കണമെന്ന് അമിക്കസ് ക്യൂറി പറയുന്നു. കാരണം അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ലഭിക്കുന്ന വാക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ബി നിലവറയിൽ ഉള്ള പല നിധി എന്ന് പറയപ്പെടുന്ന പലതും ഒരുപക്ഷെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ട്. ഇങ്ങനെ രാജകുടുംബത്തെ, തിരുവിതാംകൂർ രാജകുടുംബത്തെ അടുത്തറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു വലിയ കൊള്ളസംഘമായി തിരുവിതാംകൂർ രാജവംശത്തെ ചിത്രീകരിക്കുന്നതിൽ എത്രത്തോളം പൊരുളുണ്ട്? അല്ല, അതില് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 931 ശ്രീചിത്ര എന്നാൽ ബാലരാമവർമ്മ മഹാരാജാവ് അധികാരം ഏറ്റോടം തന്നെ ഈ നിലവറ തുറന്നതായിട്ട് റെക്കോർഡ്സ് ഉണ്ട്. അന്ന് ABC എന്നൊന്നും അല്ല, ഓരോ പ്രത്യേക പേരുകളിലാണ് ഈ നിലവറകളൊക്കെ ഉണ്ടായിരുന്നത്. ഭരത് കോൺ കല്ലറ, വ്യാസകോൺ കല്ലറ, സരസ്വതി കോൺ കല്ലറ, ഇങ്ങനെ കല്ലറകൾ പലതുമാണ്. അപ്പൊ 931 ഇദ്ദേഹം അധികാരം ഏറ്റോടം തന്നെ ഈ കല്ലറ തുറന്നതായിട്ടും, അത് B എന്ന് പറയുന്നില്ല, ആ കല്ലറ തുറന്നു. അപ്പൊ ആദ്യം അത് തുറന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം അതിന്റെ അകത്തുള്ള അശുദ്ധവായു കാരണം ബോധക്ഷയമൊക്കെ പലർക്കും ഉണ്ടായി. അപ്പൊ സയൻസ് കോളേജിലെ പ്രൊഫസർമാരെ അവിടെ കൊണ്ട് നിർത്തി, ഫയർ സർവീസ് മുമ്പ് നിർത്തി, ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വലിയ അതിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ചതൊക്കെ ഒരു കൊല്ലന്മാരെ കൊണ്ടുവന്നാണ് പൂട്ട് കൊത്തിപ്പൊളിച്ചതെന്നും അതിന്റെ കണക്കുകൾ എടുത്തുവെന്നും ഒക്കെ പറഞ്ഞ് അന്നത്തെ പ്രധാന പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് 931. അപ്പൊ ഇത് തുറന്നുകൂടാന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. തീർച്ചയായിട്ടും ഇത്രയും ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് അതിനകത്തുള്ള മുഴുവൻ രേഖപ്പെടുത്തേണ്ടതാണ്. എത്രയുണ്ടെന്നുള്ള കണ്ടുപിടിച്ച് റിപ്പോർട്ട്സ് ഉണ്ടാക്കി വെക്കേണ്ട അത്യാവശ്യമാണ്, ഇനിയെങ്കിലും അതിനകത്ത് മോഷണം തടയാൻ വേണ്ടി. അതോടൊപ്പം ശ്രീ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഈ നിലവറകളിലുള്ള ആഭരണങ്ങളുടെ അല്ലെങ്കിൽ സ്വർണത്തിന്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തത് 2 കാരണങ്ങൾക്കായിരിക്കാം. ഒന്ന്, ഇത് വിൽക്കാൻ വേണ്ടി, ഇതൊക്കെയാണ് വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുത്തതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ മാതൃകയുണ്ടാക്കാനാകും എന്നൊക്കെയാണ് പറയുന്നത് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ. അല്ല, അതേപ്പറ്റിയൊന്നും പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ ഈ നിലവറ തുറന്നതിനെ പറ്റി അന്നത്തെ മലയാള മനോരമ, ദീപിക, പ്രതിദിനം അന്നൊരു പത്രം ഉണ്ടായിരുന്നു, പ്രതിദിനം. ആ പത്രം മാത്രമല്ല, അക്കാലത്തെ ഒരു വിദേശി തിരുവിതാംകൂർ സന്ദർശിച്ചിരുന്നു, ഇംഗ്ലണ്ടിലുള്ളവര്. അവര് ഗേറ്റ് ടു ട്രാവൻകൂർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഈ നിലവറ തുറന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ റിപ്പോർട്ടൊക്കെ അമിക്കസ് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇവിടുന്ന് ആളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിപ്പം, എന്റെ അഭിപ്രായം ഇതാണ്, ഇപ്പൊ ഇത്രയും തുറന്നു നോക്കിയ സ്ഥിതിക്ക് എന്തെല്ലാം ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറ ഇനി കൂടുതലുണ്ടോ, അതിനകത്ത് എന്തൊക്കെയുണ്ട് മുഴുവൻ കണ്ടുപിടിച്ച് രേഖപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. ഇനിയെങ്കിലും നമുക്ക് ഇനിയിപ്പോ എല്ലാരെയും കണ്ണിപ്പോ ഇവിടെയായി, ഈ ഇത്രയും നിധി കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോ എല്ലാവരുടെയും കണ്ണിവിടെയായി. അപ്പൊ ആ സ്ഥിതിക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇത് ഭയങ്കരമായിട്ട് മോഷണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏറ്റവും ഒടുവിലായി 1-2 കാര്യങ്ങൾ കൂടി ചരിത്രവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി പറയുന്നത് അനുസരിച്ച് 2 കാര്യങ്ങളാണ്. ഈ നിലവറയെ ബന്ധപ്പെടുത്തുന്ന വിധത്തിൽ ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ നിന്നും തുരങ്കങ്ങൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്, അത് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ എന്താണെന്ന് അത് മനസ്സിലായില്ല. അതായത് നിലവറയുമായി ബന്ധപ്പെടുത്തുന്ന ക്ഷേത്രത്തിന്റെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നോട് ചേർന്നുള്ള കെട്ടിടങ്ങളിൽ വലിയ തുരങ്കങ്ങൾ ഉള്ളതായോ അതുമല്ലെങ്കിൽ വലിയ അറകൾ ഉള്ളതായോ സംശയമുണ്ട്. അത് ഒരുപക്ഷെ മോഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന്. അതോടൊപ്പം തന്നെ നിലവറയോട് ചേർന്ന് വലിയ ചാലുകൾ കാണുന്നുണ്ടോ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സ്വർണം, അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ നിന്ന് യന്ത്രം കൊണ്ടുവന്ന്
സ്വർണം ഉരുക്കി പാളികളാക്കി മാറ്റാനും നാണയങ്ങൾ ഉണ്ടാക്കാനും കഴിവുള്ള യന്ത്രങ്ങൾ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുന്നു, കൊണ്ടുവന്നിരിക്കുന്നു, സ്വർണം ഷീറ്റാക്കി മാറ്റാൻ കഴിയുമെന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ വളരെ ആസൂത്രിതമായി ഒരു വലിയ ഗൂഢസംഘം സ്വർണ്ണക്കടത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അമിക്കസ് ക്യൂറി പറയുന്നത്. അല്ല, അത് അമിക്കസ് ക്യൂറി പറയുന്ന അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാവാനാണ് സാധ്യത. കാരണം നമ്മള് നേരത്തെ തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് ഇവിടുന്ന് സ്വർണം കടത്തുന്നു. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം, ശ്രീചിത്ര നാൾ ബാലരാമവർമ്മ മഹാരാജാവ് ഉള്ളിടത്തോളം കാലം ഇതിനകത്തൊന്നും മോഷണമൊന്നും നടക്കാൻ ഇടയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം 1924 ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് മരിക്കുകയും ശ്രീചിത്ര തിരുനാൾ അധികാരത്തിന് അദ്ദേഹത്തിന് പ്രായം തികയാത്തോണ്ട് റീജന്റ് മഹാറാണി സേതു ലക്ഷ്മിഭായിയെ അധികാരമേൽക്കുകയും ചെയ്യുന്നു. സേതു ലക്ഷ്മിഭായിയുടെ കാലത്ത് ഭയങ്കര കർശനമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഫണ്ടൊന്നും എടുക്കാൻ പാടില്ല എന്ന് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് വന്നപ്പോഴാണ് തുറന്നു എന്ന് പറയുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ കാലത്തും തീർച്ചയായിട്ടും വളരെ പരിപാലനമായിട്ടാണ് ഈ കല്ലറകൾ സൂക്ഷിച്ചിരുന്നതെന്നും അതിന്റെ താക്കോല് ബോംബെയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇതില് ലോക്കറിലാണ് സൂക്ഷിച്ചിരുന്നത്. സുന്ദരരായ സ്വാമി, കേസ് കൊടുത്ത സുന്ദരരായ സ്വാമി അന്ന് മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമായിരിക്കും ഇതിനൊക്കെ. അപ്പൊ ഈ പറയുന്ന വൻതോതിലുള്ള സ്വർണം കടത്തുന്ന തുരങ്കങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമുണ്ട്. അത് വേറെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ നിന്ന് കടലിലേക്ക് പോകാൻ ഒരു തുരങ്കം ഉണ്ടെന്ന് പറഞ്ഞ ആരോ പറഞ്ഞിട്ട് അതിന്റെ ഒരു അന്വേഷണം നടന്നു. നമുക്കറിയാം, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തൂടെ അത്രയും ചതുപ്പ് നിലമായിരുന്നു. അപ്പൊ ഒരിക്കലും ഒരു തുരങ്കം ഉണ്ടാവാൻ ഇടയില്ല. അതിപ്പം സെന്റർ ഫോർ എർത്ത് സയൻസ് സാർ നോക്കിയിട്ട് അത് തുരങ്കമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുണ്ടല്ലോ, പത്മതീർത്ഥത്തിനകത്തുനിന്ന് 2 കിണറുണ്ട്, അതിൽ കൂടെ ഒരു തുരങ്കം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അത് കിണറുണ്ടെന്നുള്ള ശരിയാണ്, അതിൽ കൂടെ തുരങ്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇല്ല എന്ന് പിൽക്കാലത്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഏറ്റവും ഒടുവിലായിട്ട് ഒറ്റൊരു കാര്യം കൂടെ, ശ്രീചിത്തിര തിരുനാളിന് ശേഷം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. കാരണം ചിത്ര തിരുനാൾ വരെ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിരുന്നു, വളരെ കർക്കശവുമായിരുന്നു. അതിനുശേഷം വന്ന രാജാക്കന്മാരോ രാജഭരണവുമായി ബന്ധപ്പെട്ട ആളുകളോ, രാജാക്കന്മാർ നടത്തിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു പക്ഷേ ഇതിൽ ഫൗൾ പ്ലേ ഉണ്ടായിട്ടുണ്ടാകാം. അത് തീർച്ചയായിട്ടും ശ്രീതിരുനാൾ മഹാരാജാവിന് ശേഷം, അതായത് അതിനുശേഷം തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്ഭവം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതിന് ശേഷമാണ് ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായതായിട്ടുള്ള പുറം ലോകം അറിയുന്നു. ഇങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുപോയെന്നും അത് പറഞ്ഞ ആളിനെ ആസിറ്റ് വീട്ടിയെന്നും പല സാധനങ്ങൾ കാണാനില്ല എന്നൊക്കെ ഉള്ളത് അതിനുശേഷമാണ് ഉണ്ടായ പല വാർത്തകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ശ്രീതിരുനാൾ മഹാരാജാവിന് കാലത്തിന് ശേഷം തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. വളരെയധികം നന്ദി. ആരൊക്കെ എന്തൊക്കെ കുഴപ്പം കാണിച്ചാൽ നമുക്ക് ഇപ്പോഴും അറിയില്ല. വളരെയധികം നന്ദി ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ അഭിപ്രായങ്ങൾ അറിയിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതാണ് ബഗീഷ്. കാരണം ശ്രീ ചിത്തിര തിരുനാൾ വരെ കാര്യങ്ങൾ വളരെ കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. റീജന്റ് ലക്ഷ്മിബായി ഭരണം നോക്കുമ്പോഴും കൃത്യമായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള രാജാവും അതോടൊപ്പം തന്നെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട രാജാവുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർക്കിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. വളരെ കൃത്യമായി ഇതേക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ് മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ. അല്ല, അദ്ദേഹം അതൊരു സംശയത്തിന്റെ രൂപേണാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിനൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല, ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ തികച്ചും ഒരു വിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങൾ മാത്രം. അതിലിപ്പോൾ ഞാൻ ഒരു കാര്യം, ഒരു പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കോടിക്കണക്കിന് സ്വത്തുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വത്തുകളുമായി ബന്ധപ്പെട്ട്, പള്ളിത്തർക്കങ്ങളായി ബന്ധപ്പെട്ട് കൊലപാതകങ്ങളടക്കം നടന്ന് വൈദികരടക്കം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ ആ സന്ദർഭങ്ങളിലൊന്നും ഇവിടുത്തെ സെക്കുലർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒരു ഭേദവുമില്ലാതെ ഇടപെടണമെന്നോ ആ സ്വത്തുക്കളും മോസ്കോ പള്ളികളും പിടിച്ചെടുക്കണമെന്ന് പറയാത്ത ആൾക്കാർ എന്തുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴില് പത്മനാഭസ്വാമി ക്ഷേത്രം വരണമെന്ന് പറയുന്നു? ഇത് തികച്ചും ഒരു വിഭാഗത്തിന് നേരെയുള്ള, കാരണം ഇത് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കെട്ടുകഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ആദ്യം കെട്ടുകഥകളിലേക്ക് കൂടി അവരെ നശിപ്പിച്ചുകൊണ്ട് ഇതിലിപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഗോപാൽ
സുബ്രഹ്മണ്യമാണ്. ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അമിക്കസ് ക്യൂറിക്ക് കെട്ടുകഥകൾ ഉണ്ടാക്കേണ്ട കാര്യമോ സെക്യുലർ എന്ന് പറഞ്ഞ് അതിന് പിന്നിൽ മുതലെടുക്കാൻ നടക്കുന്ന ആളുകളെ സഹായിക്കേണ്ട കാര്യമോ ഇല്ല. മലയാളി പോലുമല്ല. അല്ല, അദ്ദേഹത്തിന്റെ ചില എനിക്ക് ഒരിക്കലും ഞാൻ കോടതി നിയോഗിച്ച ഒരു കമ്മീഷനെ ഞാൻ അവഹേളിക്കുകയല്ല. പക്ഷെ അദ്ദേഹം കോട്ടയം പുഷ്പനാഥിന്റെ ചില ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ച പോലെയാണ് അദ്ദേഹം പറയുന്നത്. തുരങ്കമുണ്ട്, കടലിലേക്ക് പോകുന്നു. ഇതേ ആരോപണങ്ങൾ തന്നെയാണ് അമൃതാനന്ദമയ്ക്കെതിരെ. കപ്പലുകൾ വരുന്നു, അന്തർവാഹിനികൾ അമൃതാനന്ദമയ മഠത്തിന്റെ ഉള്ളിലേക്ക് വരുന്നു. ഇതൊക്കെ ഇത് നമ്മൾ കേൾക്കുമ്പോൾ സാമാന്യ ജനതയ്ക്ക്, ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അറിയാം ഇതൊക്കെ ഹിന്ദു മതത്തിനെ അവഹേളിക്കാനും ഇതൊക്കെ മോശപ്പെട്ട രീതിയാണ്. അവിടെ കളവ് നടക്കുന്നു, ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു. എവിടെയാണ് ഇതൊന്നും നടക്കാത്ത? പ്രൈവറ്റ് ബസ്സിലോ നമ്മുടെ പൊതുനിരത്തിലോ നടക്കാത്ത സംഭവങ്ങളാണോ ഈ ക്ഷേത്രത്തിന്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ നടക്കുന്നു, ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നടക്കുന്നു എന്ന് പറയുന്നത്? അപ്പൊ ഇതൊക്കെ തികച്ചും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അടുത്ത ബിൽഡിങ്ങുകൾ ദുരൂഹതമാക്കിയിട്ടുണ്ട് എന്നാണ്. ഏതൊരു പള്ളിയുടെയും ഏതൊരു മോസ്കിന്റെയും ചുറ്റുവട്ടത്തെ ബിൽഡിങ്ങുകൾ എന്ത് നടക്കുന്നു എന്ന് നമ്മൾക്ക് ആർക്കും ഒന്നും ഇതുവരെ കണ്ടുപിടിക്കാനോ അത് അറിയാനോ ആവശ്യവുമില്ല. പിന്നെ ഇതൊക്കെ തികച്ചും ഈ കോട്ടയം പുഷ്പനാഥിന്റെ ഡിറ്റക്റ്റീവ് നോവലിലെ പോലെ തുരങ്കമുണ്ട്, പാത്രക്കുളത്തിൽ നിധി വേറെ കെടുക്കുന്നു, ഇതൊക്കെ അന്നേ ഈ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൊത്തം ചുറ്റുപാടൊന്ന് നോക്കിയാൽ നമുക്കറിയാം. ഒന്ന്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് പോലെ വളരെ സജീവമല്ല. ചുറ്റും നിരവധി കെട്ടിടങ്ങളുണ്ട്. അത് പലപ്പോഴും വൈകുന്നേരം കഴിഞ്ഞാൽ ആളൊഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഒന്ന്. രണ്ട്, ക്ഷേത്രത്തിനകത്ത് കയറിയാൽ പോലും അത് വളരെ ആളൊഴിഞ്ഞ മൂലകളാണ് കൂടുതലും കാണുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിനേക്കാൾ വളരെ വലിയ ഏരിയ ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും അവിടെയാണ് അമിക്കസ് ക്യൂറി പറയുന്നത് ഒട്ടേറെ ദുരൂഹതകളുണ്ട് എന്ന് തോന്നുന്നു എന്ന്. അല്ല, ദുരൂഹത ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് തികച്ചും കേന്ദ്രസേന, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു, കേന്ദ്രസേനയെ അടക്കമുള്ള സായുധ സംഘങ്ങളുടെ പ്രൊട്ടക്ഷൻ അമ്പലത്തിന് വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ആ ദുരൂഹത മാറ്റേണ്ടതുമാണ്. വല്ല തീവ്രവാദി ആക്രമണങ്ങൾ വരാനോ വലിയ വലിയ കവർച്ചാ സംഘങ്ങൾ അവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. രാഹുൽ ഈശ്വർ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ, കേൾക്കാമോ? രാഹുൽ ഈശ്വർ, തിരുവിതാംകൂർ രാജകുടുംബത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് ഇന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത്. ആ റിപ്പോർട്ടിനെ രാഹുൽ ഈശ്വർ എങ്ങനെ കാണുന്നു? തിരുവിതാംകൂർ രാജകുടുംബം കഴിഞ്ഞ 10 നൂറ്റാണ്ടായി 1000-ൽ പരം വർഷങ്ങളായി പരിപാലിച്ച് സംരക്ഷിച്ച് സംഭാവന ചെയ്തു പോകുന്ന സ്വത്താണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ, തിരുവിതാംകൂർ രാജകുടുംബത്തെ ഒരു കാരണവശാലും സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് 99% വിശ്വാസികളുടെയും വിശ്വാസവും നിലപാടും. പക്ഷേ ഗോപാൽ സുബ്രഹ്മണ്യത്തെ പോലെ സോളിസിറ്റർ ജനറൽ ആയിരുന്ന ഒരാൾ ഇത്തരത്തിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനെ കണ്ണടച്ച് തിരസ്കരിക്കാനും നമുക്ക് പറ്റില്ല. ധാരാളം പറയേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തണം. ചില കാര്യങ്ങളിൽ ജാഗ്രത കുറവും സൂക്ഷ്മത കുറവും വന്നിട്ടുണ്ട് എന്ന് ന്യായമായും സംശയിക്കാം. അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനും ഞങ്ങളുടെ എല്ലാം നിലപാട് കൊട്ടാരത്തിനകത്ത് വെച്ച് തന്നെ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. 68ഓളം വിശാല ഭൂരിപക്ഷ സമുദായ സംഘടനകൾ പങ്കെടുത്തു. മഹാരാജാവിന്റെ ഒരു പ്രതിനിധി, തന്ത്രിയുടെ പ്രതിനിധി, സ്വാമിയുടെ പ്രതിനിധി, അതോടൊപ്പം കേരള സർക്കാരിന്റെ പ്രതിനിധി, ഹിന്ദു മുന്നോക്ക, അതോടൊപ്പം ഹിന്ദു പിന്നോക്ക സംഘടനകളുടെ പ്രതിനിധി അടക്കമുള്ള ഒരു ട്രസ്റ്റിലേക്ക് ഭരണം കൈമാറണമെന്നും ആ ട്രസ്റ്റിന് കുറച്ചുകൂടെ സുതാര്യമായ രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം. ചില കാര്യങ്ങൾ, ചില വളരെ ഡാമേജിംഗ് ആയിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ അധികം താമസമില്ലാതെ തന്നെ ക്ലാരിറ്റി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. താമസിയാതെ ക്ലാരിറ്റി വരുമെന്ന് തന്നെ വിശ്വസിക്കാം. ഇതിൽ 2 കാര്യങ്ങളുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. ആദ്യം താങ്കൾ ഇപ്പോൾ പറഞ്ഞതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടം വരെ തിരുവിതാംകൂർ രാജവംശവും അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം അത് വളരെ പരിശുദ്ധമായിരുന്നു. എന്നാൽ ശ്രീ ചിത്തിര തിരുനാളിന് ശേഷം ഉള്ള ഭരണകർത്താക്കൾ, രാജകുടുംബാംഗങ്ങൾ അത് ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിലുള്ള സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ, മോഷ്ടിക്കാൻ, സ്വർണം മോഷ്ടിക്കാനൊക്കെ ഉള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരു സംശയം നൽകുന്ന വിധത്തിലാണ് രാജകുടുംബത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനം എന്നാണ് ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നത്.
അങ്ങനെയല്ല. അതായത് തിരുവിതാംകൂർ തീർച്ചയായും അലങ്കേരി ഗോപാലൻ സാറിനെ പോലെ പറയുന്നതിന് അതിൻ്റെതായ ഗൗരവവും അദ്ദേഹത്തിന് വളരെ ആഴത്തിൽ ചിന്തിച്ച് പറയുന്ന നമ്മളെല്ലാം ആരാധിക്കുന്ന പത്രപ്രവർത്തകനും ചരിത്രകാരനുമാണ്. പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തില് മാർത്താണ്ഡവർമ്മ മുതൽ മാർത്താണ്ഡവർമ്മ വരെ വ്യാപിച്ചു കിടക്കുന്ന ആധുനിക തലമുറയിൽ ഈ സ്വത്തുക്കൾ എടുത്ത് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ നമ്മുടെ പല നാട്ടുരാജാക്കന്മാരും ഹൈദരാബാദിലെ നിസാം അടക്കം ഓസ്ട്രേലിയ ഹലോ ഹലോ രാഹുൽ ഈശ്വറിന്റെ ഫോൺ കട്ടായത് തോന്നുന്നു. ദയവായി ക്ഷമിക്കുക രാഹുൽ ഈശ്വർ. വീണ്ടും താങ്കളെ പ്രതീക്ഷിക്കുകയാണ്. കാരണം 1-2 കാര്യങ്ങൾ കൂടെ താങ്കളിൽ നിന്നും വ്യക്തമാകേണ്ടതുണ്ടായിരുന്നു. ഫോൺ കട്ടായതിൽ ഖേദിക്കുന്നു. ബഗീഷ്, ഇതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അവർ രാജകുടുംബം യോഗം ചേർന്ന് വേണം ഭരണം കൈമാറാൻ തയ്യാറാണ്. ഒരു ട്രസ്റ്റിന് വേണമെങ്കിൽ ആകാം എന്നുള്ളതാണ് അവരുടെ പൊതുവായ ഒരു ധാരണ. അല്ല, അദ്ദേഹം ഈ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണത്. കാരണം ഈ രാജകുടുംബത്തിന് ഈ ക്ഷേത്രത്തിൽ ഇന്നും അവിടെ ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിനും അതിൻ്റെ ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും നടത്തുന്നതിനും ഭീമമായൊരു തുകയാണ് രാജകുടുംബത്തിന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇത്രയും ഭീമമായ തുക ചെലവാക്കിക്കൊണ്ട് ഇന്നും ക്ഷേത്രഭരണത്തിൽ ഇടപെടുന്ന ഒരേ ഒരു ഫാമിലി, ഒരു രാജകുടുംബം ഇന്ന് ഭാരതത്തിൽ തിരുവിതാംകൂർ രാജവംശം മാത്രമായിരിക്കാം. ഇതിന് എതിരായി ഇവർ ഉന്നയിക്കുന്ന ഈ അവഹേളനപരമായിട്ടുള്ള പ്രസ്താവനയ്ക്ക് ഒരു തെളിവുകളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു തെളിവുകളും ഇന്ന് വരെ ഈ ഭാസുരേന്ദ്ര ബാബു സാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉന്നയിച്ചവർ. രാഹുൽ ഈശ്വർ വീണ്ടും ചേരുകയാണ്. രാഹുൽ ഈശ്വർ ക്ഷമിക്കുക, ഇടയ്ക്ക് ടെലിഫോൺ കട്ടായി. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് നേരത്തെ സംസാരിച്ചതിന്റെ മറ്റൊരു ഭാഗം. ഇപ്പോൾ ഇവിടെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ബഗീഷ് പറയുന്നത് പോലെ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് വലിയൊരു തുക തന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിന് ചെലവിടേണ്ടി വരുന്നതുണ്ട്. അത്രയും വലിയൊരു ഭാരം സഹിച്ച് ആ തിരുവിതാംകൂർ രാജകുടുംബം ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നത് പത്മനാഭനോടുള്ള ഒരു പത്മനാഭദാസർ എന്നുള്ള നിലയിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ആ ക്ഷേത്രം രാജകുടുംബത്തിലെ അംഗങ്ങൾ ആരെങ്കിലും കൊള്ളയടിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ ശ്രീ രാഹുൽ ഈശ്വർ? തീർച്ചയായും ഇല്ല. അതുകൊണ്ടാണ് തിരുവിതാംകൂർ രാജകുടുംബത്തെയും വിശിഷ്യ നാട് നീങ്ങിയ മഹാരാജാവിനെ വളരെ അടുത്തറിയാവുന്നത് കൊണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വളരെ വർഷങ്ങളായി പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ആ കുടുംബത്തിന്റെ ഇന്റഗ്രിറ്റിയെ ഒരു കാരണവശാലും നമുക്ക് സംശയിക്കാൻ കഴിയില്ല. കാര്യം നൂറ്റാണ്ടുകളായി അവർ പരിപാലിച്ചതല്ലേ. അവർക്കിത് മാറ്റണമെങ്കിൽ 1947 അതിന് ശേഷമുള്ള വർഷങ്ങളിലോ മാറ്റിക്കൂടായിരുന്നു. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്നും അതെല്ലാം പരിപാലിക്കുന്നു. പക്ഷെ ചില ആരോപണങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ചില ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ വരുന്നു, ചില ജാഗ്രത കുറവുകൾ വരുന്നു. അത്തരം കാര്യങ്ങളിൽ നമ്മൾ കണ്ണടയ്ക്കുന്നില്ല. ഒരിക്കലും നിഷേധാത്മകമായൊരു നിലപാടെടുക്കില്ല. ഇതിന് കൃത്യമായൊരു ഇൻവെന്ററി വേണം, കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണം. വരും തലമുറകൾക്കുള്ള നമ്മുടെ പൈതൃക സമ്പത്തും സ്വത്തും കൂടിയാണത്. അതുകൊണ്ട് ഇത് കൃത്യമായി പറഞ്ഞാൽ, വളരെ സത്യസന്ധമായി പറയുകയാണ്, ഇതൊരു നയവും മയത്തോടും കൂടി ശ്രീ ഉമ്മൻചാണ്ടി സാറും ശ്രീ VS ശിവകുമാറും അടക്കമുള്ളവർ ബാക്കിയുള്ളവരെ വിശ്വാസത്തിലെടുത്ത് ഒരുമിച്ച് നമുക്ക് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു പൊസിഷൻ എടുക്കാമെങ്കിൽ, പൊസിഷൻ എടുത്താൽ മാത്രമേ വിശാല അർത്ഥത്തിൽ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. കാര്യം സുപ്രീം കോടതിയുടെ വിധി വളരെ നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഇത് മാറിപ്പോകും നമുക്ക് അറിയാൻ കഴിയില്ല. ശരി, പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഒരു സമാന്തര ഭരണം അവിടെ രാജകുടുംബം നടത്തുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവോ നിർദ്ദേശമോ ഹൈക്കോടതിയുടെ ഉത്തരവോ എല്ലാം കാറ്റിൽ കീറിക്കളയും വിധത്തിലാണ് അവിടെ സമാന്തര ഭരണം നടത്തുന്നത്. അവിടെ കോടതിയുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. ബി നിലവറ തുറക്കണം എന്ന് കോടതിയോ അതുമല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറിയോ പറയുമ്പോൾ അത് തുറക്കേണ്ട എന്നാണ് അവിടെ പറയുന്നത്, രാജകുടുംബം പറയുന്നത്. ഇങ്ങനെ കോടതിയുടെ ഉത്തരവ് പാലിക്കാതെ സമാന്തര ഭരണം അവിടെ ആര് നടത്തുന്നു രാഹുൽ ഈശ്വർ? സമാന്തര ഭരണമെന്നുള്ള വാക്ക് ഒരുപക്ഷെ ഒരു അമിത പ്രയോഗമായിരിക്കാം. എന്നിരുന്നാലും എനിക്ക് തുറന്നു പറയാൻ മടിയില്ല. പാരമ്പര്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ, രാജകുടുംബങ്ങളാകട്ടെ തന്ത്രി കുടുംബങ്ങളാകട്ടെ, വേണ്ട രീതിയിൽ ജനാധിപത്യ ഭരണത്തെയും ആധുനിക നിയമ സമ്പ്രദായങ്ങളുടെ സ്പന്ദനങ്ങളെയും കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെതായ
രീതിയിൽ കാണുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത നമ്മുടെ പല സമൂഹങ്ങളിലും കുടുംബങ്ങളിലും കാണാൻ കഴിയും. ഒരുപക്ഷെ ചെറിയൊരു പഴയ മനസ്സുള്ളതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങളിലേക്ക് ഒരു പൂർണ്ണമായി അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ട്, എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, രാജകുടുംബം ഒരിക്കലും ഒരു കോടതി വിധിയെ കീറിക്കളയുകയോ മാനിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ഒന്ന്, രണ്ട്, തലതിരിഞ്ഞ ഏതെങ്കിലും ആൾക്കാർ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തിരിക്കാം. അത് രാജകുടുംബത്തിന്റെ തലയിൽ ഒരു കാരണവശാലും കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. പരമസാത്വികനായ എല്ലാ കോടതിയെയും ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന 1947 മഹാത്മാഗാന്ധിയുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു കണ്ടീഷൻ പോലും വെക്കാതെയാണ് ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ ചേരുന്നത്. ഏറ്റവും ഒടുവിലായി ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം കൂടെ, ഇവിടെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ജർമ്മനിയിൽ നിന്നും യന്ത്രം ഇറക്കുമതി ചെയ്ത് സ്വർണം ഒരുക്കി അത് ഷീറ്റാക്കി മാറ്റി കടത്താനുള്ള ശ്രമം വരെ അവിടെ നടക്കുന്നു എന്നുള്ള വിധത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം വൻതോതിൽ കൊള്ളയടിക്കപ്പെടുന്നു രാജകുടുംബത്തിന്റെ മറവിൽ, അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ ഒത്താശയോടെ, അല്ലെങ്കിൽ രാജകുടുംബം. ഇങ്ങനെ ഒരു കൊള്ള സംഘമായി രാജകുടുംബത്തെ കാണാമോ? ദയവായി ആ കൊള്ള സംഘം പോലെയുള്ള വാക്കുകൾ തീർച്ചയായും ഉപയോഗിക്കുന്നത് പോലും വിഷമകരമാണ്. അവർ അങ്ങനെ ഒരു കൃത്യത്തിൽ ഏർപ്പെടില്ല എന്ന കാര്യം ഒരുപക്ഷെ അവരുമായി ബന്ധപ്പെട്ട് ആർക്കും അറിയാം. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ചില ആരോപണങ്ങൾ അതിനകത്തുണ്ട്. റിനോവേഷൻ വർക്കിനുള്ള ചില കാര്യങ്ങളെ ഒരുപക്ഷെ പർവ്വതീകരിച്ച് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചോ എന്നറിയില്ല. അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഒരുവിധ നിഷേധാത്മകമായ നിലപാടും കോടതി വിധികളോടോ ആധുനിക ജനാധിപത്യ സമ്പ്രദായത്തോടോ വിശ്വാസത്തിന്റെ ഭാഗത്തേക്ക് ആരും എടുക്കില്ല. അതേസമയം തന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തെ ഒഴിവാക്കാതെ അവിടുത്തെ പാരമ്പര്യമായി ഇത് നിലനിർത്തിയിരുന്ന, ഇത് സൃഷ്ടിച്ച് നിലനിർത്തിയ നമ്മുടെ കുടുംബങ്ങളെയും സംവിധാനങ്ങളെയും ഒഴിവാക്കാതെ ആധുനികത കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബാലൻസ്ഡ് പൊസിഷൻ നമുക്ക് മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. ഒരു പ്രേക്ഷകൻ കുറച്ച് സമയമായി നമ്മളോടൊപ്പം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദയവായി ക്ഷമിക്കുക ഇത്രയും സമയം തുടരേണ്ടി വന്നതിൽ. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, പേര് പറയൂ. എന്റെ പേര് ഷാജി എന്നാണ്, ഷാജി വർഗീസ്, അബുദാബി എന്നാണ് പറയുന്നത്. കുറച്ച് സമയം താങ്കൾ ഹോൾഡ് ചെയ്യേണ്ടി വന്നതിൽ ദയവായി ക്ഷമിക്കുക. പറയൂ താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള അഭിപ്രായം എന്താന്ന് വെച്ചാല്, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് ഈ തിരുവിതാംകൂർ രാജകുടുംബവും നമ്മുടെ ക്ഷേത്രത്തിന്റെ സ്വത്തുകളും അമിക്കസ് ക്യൂറിയുടെ പരാമർശങ്ങളുമാണ്. അതിനിടയിൽ അവിടെ താങ്കളുടെ സമീപത്തിരിക്കുന്ന പ്രിയ മാധ്യമപ്രവർത്തനാന്ന് തോന്നുന്നു, ഓർത്തഡോക്സ് സഭയുടെ ഒരു പേരെടുത്ത് പറഞ്ഞ് അവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. അത് ഒരു അനാവശ്യമായ കോൺട്രിബ്യൂഷൻ ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ആ പറയുന്ന സബ്ജക്റ്റിനെ വേറൊരു സ്ഥാപനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ സഭയോ ആയിട്ട് പറയുന്നത് അനാവശ്യമായ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ പലതും നടക്കുന്നുണ്ട്. ഇപ്പൊ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അവർക്ക് പരാമർശിക്കപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ സഭയുടെ പേരെടുത്ത് പറയുന്നത് മോശമാണ്. അതാണ് എനിക്ക് ഒരു മാധ്യമപ്രവർത്തകന്റെ ഒരു ധർമ്മം. താങ്കൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വേറൊരു സഭയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തെയോ നിങ്ങളുടെ ഈ മാധ്യമ വിചാരണയിൽ ഉൾപ്പെടുത്തരുത്, അല്ലെങ്കിൽ പറയാൻ അനുവദിക്കരുത്. അതൊരു അഭിപ്രായമാണ്. ഒന്ന്. നമ്പർ 2, എനിക്ക് പറയാനുള്ളത്, ഈ മാധ്യമ നമ്മുടെ ഇന്നത്തെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പ്രകാരം തിരുവിതാംകൂർ രാജകുടുംബത്തിനെ ഒരു കൊള്ളസംഘമായിട്ട് ഉപമിക്കപ്പെടേണ്ട കാര്യമില്ല. കാരണം രാജകുടുംബവും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം ചരിത്രം പഠിക്കുന്നവർക്കറിയാം, കേരള ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അപ്പം ശ്രീ തിരുനാൾ മഹാരാജാവ് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതാ അദ്ദേഹത്തിന്റെ സ്വത്തും സമ്പാദ്യമെല്ലാം. അപ്പൊ അവർക്ക് അവരുടേതായ ചില ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒരു ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു പക്ഷെ ഈ പറയുന്ന സ്വർണം കടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള രീതികൾ അവിടെ കാണും. വളരെയധികം നന്ദി ശ്രീ ഷാജി, വിളിച്ച അഭിപ്രായം അറിയിച്ചതിൽ. ഇതിന്റെ ആദ്യ ഭാഗം ബഗീഷ് ഇത് തന്നെയാണ്. കാരണം ഒരിടത്തെ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഒരിടത്തെ പോരായ്മകൾക്കോ ക്രമക്കേടിനോ അത് മറ്റൊന്നിനെ മറയാക്കി പറയേണ്ട കാര്യമില്ല. അതൊരു സത്യം തന്നെയാണ് താനും.
അല്ല, തീർച്ചയായിട്ടും മലങ്കര സഭയുടെ പേരെടുത്ത് പറഞ്ഞത് അവരെ അവഹേളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊരു അവഹേളനമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു വിഭാഗത്തിനെ മാത്രം, ഒരു ക്ഷേത്രങ്ങളിൽ മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നു, ബാക്കിയുള്ള വിഭാഗങ്ങളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളിലും ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നതിനെ കൂടെ താങ്കൾ പറഞ്ഞതാണ്. ഏതായാലും സമയം തീരുകയാണ്. അവസാനമായി ബഗീഷ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ ഒരു സംയുക്തമായ ഒരു ഭരണ സംവിധാനത്തിന് രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ രാജകുടുംബം തയ്യാറാണ്. ഇനി സംസ്ഥാന സർക്കാർ പക്ഷേ നേരത്തെ തന്നെ VS ശിവകുമാർ പറഞ്ഞതുപോലെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇക്കാര്യത്തിൽ ഏതായാലും സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും, ഒരു നിർദ്ദേശവും ഉണ്ടാകും. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പൂർണ്ണ പരമാധികാരത്തിൽ നിന്നും ക്ഷേത്രത്തെ മാറ്റി മറ്റൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും ഞങ്ങൾ വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ ഭാഗമായി ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ തന്നെ, ക്ഷേത്രവിശ്വാസികൾ ഭരിക്കണം എന്നാണ് രാജകുടുംബത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള കേരളത്തിലെ ക്ഷേത്രവിശ്വാസികളുടെയും ആഗ്രഹം. അതിന് വിഘാതമായി ക്ഷേത്രഭരണം കൈയടക്കാൻ വേണ്ടി സർക്കാരോ സർക്കാരിനോടനുബന്ധിച്ചിട്ടുള്ള മിഷണറികളോ ശ്രമിക്കാതിരിക്കുകയാണ് ഈ ആധുനികമായ കാലഘട്ടത്തിൽ. കാരണം പണ്ട് 51-ൽ ഹിന്ദു റിലീജിയൻ ആക്ട് ഉണ്ടാക്കിയ പോലുള്ള ഒരു സ്ഥിതിവിശേഷമല്ല കേരളത്തിൽ. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രം ഗവൺമെന്റിന്റെ അധീനതയിൽ കൊണ്ടുവരികയും മറ്റുള്ള വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം, അത് ഇനിയുമുള്ള കാലഘട്ടത്തിൽ ഗവൺമെന്റും ഇടതുപക്ഷവും വലതുപക്ഷവും നടപ്പിലാക്കാതിരിക്കുകയാണ് പൊളിറ്റിക്കലായി അവർക്ക് നല്ലത്. ശരി, ഞാൻ അവസാനമായി ഒരു പ്രേക്ഷകൻ കൂടെ ലൈനിലുണ്ട് നമ്മളോടൊപ്പം. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പറയൂ താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ. അമിക്കസ് ക്യൂറി ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് നമുക്ക് പറയേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, നമ്മള് പല മതങ്ങളും ഈ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് ഹിന്ദുമതം മാത്രമല്ല, ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും എല്ലാം പൗരോഹിത്യ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം സമ്പത്ത് ഈ മതങ്ങളുടെ ഈ ആരാധനാ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ശേഖരിക്കപ്പെടുകയും അതിന്റെ വരവും പോക്കും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ സാമ്പത്തിക സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ ഈ സ്വത്തുക്കളെല്ലാം ഒരു ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ കുറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. യെസ്, വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി ശ്രീ ഇസ്മായിൽ അഭിപ്രായം അറിയിച്ചതിൽ. വലിയ സ്വത്തുക്കൾ നമ്മുടെ എല്ലാം ആരാധനാലയങ്ങളുടെ ഒക്കെ ഭാഗമായി ഉണ്ടാകുന്നു. സ്വത്തുക്കൾ അവിടെ സംഭരിക്കപ്പെടുമ്പോൾ, കുമിഞ്ഞു കൂടുമ്പോൾ സർക്കാർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. ഏതായാലും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് തിരുവിതാംകൂർ രാജവംശത്തിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന വിധത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിനെ കുറിച്ചും ഭരണത്തെക്കുറിച്ചും നടത്തിപ്പിനെക്കുറിച്ചും അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഗോപാൽ സുബ്രഹ്മണ്യം അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടാണ് ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും, സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാകും, തുടർ നടപടി ഉണ്ടാകും. അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ചർച്ചയിൽ പങ്കെടുത്ത ദേവസ്വം മന്ത്രി ശ്രീ VS ശിവകുമാർ, അതോടൊപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ, വാസുരേന്ദ്ര ബാബു, രാഹുൽ ഈശ്വർ, നമ്മളോടൊപ്പം കേരളത്തിൽ നിന്നും പ്രതികരിച്ച രാഹുൽ ഈശ്വർ, തത്സമയം സ്റ്റുഡിയോയിലെത്തിയ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ശ്രീ ബഗീഷ്. ചർച്ചയിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. മറ്റു വാർത്തകളിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചെറിയൊരു ഇടവേള.